കണ്ണൂരിൽ സ്ത്രീയെ ട്രെയിനുള്ളിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംബന്ധിച്ച ദുരൂഹത കസ്റ്റഡിയിലെടുത്ത് 2 ദിവസമായിട്ടും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്ത പോലീസിന് ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലുള്ള തമിഴ്നാട് സ്വദേശിയല്ല പ്രതിയെന്ന് സംഭവത്തിലെ പ്രധാന ദൃക്സാക്ഷി ഗോവിന്ദൻ പറഞ്ഞു. ഫോട്ടോ കണ്ടാൽ ഇയാളല്ല, ഫോട്ടോ കാണിച്ചത് ഇയാളല്ല, വേറെ ആളാണ്, ഇയാളല്ല. ഇല്ല ഇല്ല, ഇതൊരു തമിഴ്നാട്ടുകാരനാണ് അവർ പറയുന്നത്, പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. കേസിലെ പ്രധാന സാക്ഷിയായ റെയിൽവേ കരാർ ജീവനക്കാരൻ MV ഗോവിന്ദൻ പ്രതിയെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഇന്നലെ ഉച്ചയോടെ പറഞ്ഞ കാര്യങ്ങളാണിത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ നിലപാട് മാറ്റി. പിടിയിലായ സുരേഷ് കണ്ണനെ തന്നെയാണ് സംഭവ ദിവസം സ്ത്രീക്കൊപ്പം ട്രെയിനിനുള്ളിൽ കണ്ടതെന്ന് ഇയാൾ വൈകിട്ടോടെ പോലീസിന് മൊഴി നൽകുകയായിരുന്നു. ഇതോടെയാണ് പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന നിയമം അവഗണിച്ച് 3 ദിവസത്തിന് ശേഷമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. സുരേഷ് കണ്ണനെ വ്യാഴാഴ്ച വൈകിട്ടോടെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചെങ്കിലും ഇയാൾക്കെതിരായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇന്നലെ രാവിലെ തന്നെ ഇയാളെ കണ്ണൂരിലെത്തിച്ചുവെങ്കിലും തെളിവെടുപ്പും തിരിച്ചറിയൽ പരിശോധനയും വൈകിപ്പിച്ചത് ഇക്കാരണം കൊണ്ടാണെന്നാണ് സൂചന. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയെ ഉടൻ സമീപിക്കും. കഴിഞ്ഞ 20-നാണ് കൊണ്ടോട്ടി സ്വദേശിയായ ഫാത്തിമയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനുള്ളിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. റിപ്പോർട്ടർ, കണ്ണൂർ.